ബേക്കറി സാധനങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ, നിങ്ങളുടെ കുട്ടികൾ. നമ്മൾ ആദ്യം അലർജീൻ്റെ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ പറയും കഴിയുന്നതും ഇത് ഒഴിവാക്കാൻ പറയും. അപ്പം തന്നെ എല്ലാവർക്കും ഭയങ്കര അയ്യോ ബേക്കറി സാധനങ്ങൾ സാറേ, കുട്ടി ആകെ കഴിക്കുക ബിസ്ക്കറ്റാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ്ചറാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബേക്കറി സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അലർജി സിംറ്റംസ് എല്ലാം കൂടും. അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് തന്നെയാണ് അതിന്റെ പ്രശ്നം. ഓക്കെ, ഇതെന്താന്നുള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇതിൽ ഇപ്പം പല ബേക്കറി സാധനങ്ങളിലാണെങ്കിലും ബട്ടർ ഉണ്ട്, നല്ലോണം മിൽക്ക് ഉണ്ട്, അതൊക്കെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ആയിക്കോളണം എന്നില്ല. കെമിക്കൽസും കാര്യങ്ങളും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവാം. അതുപോലെ ചീസും ഒരുപാട് ഉണ്ടാവാം. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫം ഉണ്ടാവുന്നത് കൂടുകയും ഇനിയുള്ള കഫം തന്നെ തിന്നായിട്ടുള്ള മ്യൂക്കസ് എന്താവും, നല്ല തിക്കായിട്ടുള്ള മ്യൂക്കസ് ആവും ഇതിൻ്റെ ഈ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത്. അത് കുട്ടികളുടെ ഈ അലർജീൻ്റെ പ്രശ്നങ്ങൾ, മൂക്കടപ്പും ചുമയാണെങ്കിൽ കഫക്കെട്ടും കാര്യങ്ങളും ഇങ്ങനത്തെ ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാം ഭയങ്കര ഹൈ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറും കാർബോഹൈഡ്രേറ്റ്സും ആണ്. നമുക്കറിയാം ശരീരത്തിൽ ഈ ഷുഗർ കയറുന്ന, ബ്ലഡിൽ കയറുന്ന സമയത്ത് ഈ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കൂട്ടും. ഇപ്പം ഈ അലർജിക് റൈനൈറ്റിസ് നമ്മൾ പറയുന്നത്, ഐറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫ്ലമേഷൻ ആണ്. അപ്പോൾ ആ ഉള്ള നമ്മുടെ അലർജിക് റൈനൈറ്റിസ് കൂട്ടും. ഇപ്പോൾ ബ്രോങ്കൈറ്റിസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒക്കെ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ കൂടുതൽ ഹിസ്റ്റമിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവും. അത് നമ്മുടെ അലർജിക് സിംറ്റംസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. പിന്നുള്ള കാര്യം, നമ്മുടെ ഒരു പോളൻ അലർജി ഉണ്ടാവും, പലർക്കും ഉണ്ടാവും പോളൻ അലർജി. പല സാധനത്തിനോട് ഉണ്ടാവും. അപ്പോൾ ആ പോളൻസ് ഉണ്ടാക്കുന്ന, ഇപ്പോൾ വീറ്റ്, ചിലപ്പോൾ ഗോതമ്പ്, അതിൻ്റെ പോളനോട് അലർജി ഉള്ള ആൾക്കാണെങ്കിൽ വീറ്റിനോടും അവർക്ക് അലർജി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം ഈ ബേക്കറി സാധനങ്ങൾ അധികം സാധ്യതയിലും വീറ്റും മൈദയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ കുട്ടികളിലാണെങ്കിലും നിങ്ങളിലാണെങ്കിലും ബേക്കറി സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക.